ഒരു കൂട്ടുകാരെ നമുക്കിന്ന് പപ്പാസ് കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവ, കുരുമുളക് പൊടിച്ചത്, കുത്തിച്ചതച്ചതാണേ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചറിയ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി കൂടുതലും മൂത്ത് പോകാതിരിക്കാനും ഇതിൻ്റെ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുന്നത്. എല്ലാവരും കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് സവാള മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോ. ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു പണി ഉണ്ടായിരുന്നു. അച്ചോ, ഇതിലേക്ക് ആദ്യം കുറച്ച് കടകിട്ട് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു സവാള നമുക്ക് ഇട്ടിടാം. ഓക്കെ, കുറച്ച് കടലും പപ്പസറിയുടെ പ്രധാനപ്പെട്ട ഒന്നാണത്. മൂക്കിടാം, അടുത്തിടാം. സവാള നന്നായിട്ട് വാണ്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉലുവ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം, സവാളയിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് സവാളയിൽ മിക്സ് ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. മുളക് പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞ് പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. അതിൻ്റെ അതാണ് എല്ലാം കൂടി ഒരു ഉണ്ട പോലെ ഇരിക്കുന്നത്. കണ്ട, ഇതേപോലെ വിട്ട് ഒറ്റ എല്ലാം കൂടി ഒരു കട്ട പോലെ വരും. അതാണ് അതിൻ്റെ ഒരു മൂത്തതിൻ്റെ പാകം മനസ്സിലാക്കുന്നത്. എല്ലാം കൂടി ഒറ്റ ഇതായിട്ട് അയക്കും. അപ്പോൾ നന്നായിട്ട് മുതിരുന്നത്. ഇത് നമുക്കിനി മൺചട്ടിയിലോട്ട് മാറ്റാം. കണ്ടോ, മസാല മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ഇടാം. കണ്ടോ, ഇറച്ചി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായിട്ട് ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആപ്പിൾ സാറ വിനീഗർ ചേർക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് അല്ലേ, അപ്പം തീ കുറച്ച് വെച്ചാൽ മതി. ചെറിയ തീയിലിരുന്നതാണ് നന്നായി തിളക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ അടുപ്പത്ത് കിടക്കട്ടെ. ചുരട്ടി ഇടുമ്പോഴാണ് ആ പപ്പാസിൻ്റെ നല്ലൊരു മണം വരുന്നത്. സദ്യക്ക് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പപ്പാസ് നന്നായിട്ട് ഡ്രൈ ആയിരിക്കും. ഇത് ഇച്ചിരി ഗ്രേവി വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലൂസാക്കി എടുത്താണ്. ഇനി വെള്ളം പറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കില്ലല്ലോ. പപ്പാസ് ആകുമ്പോഴത്തേക്കും കുറച്ച് എടുക്കുള്ളൂ. ചോക്കകൾ അധികം എടുത്ത് കഴിക്കില്ല. അപ്പം നമ്മൾ പല പ്രാവശ്യമൊക്കെ ചൂടാക്കി വെക്കുമ്പോൾ വെള്ളം തന്നെ കുറഞ്ഞോളൂ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പറ്റിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ വെള്ളം കുറച്ച് പറ്റിയാലും ഗ്രേവി നമുക്ക് ഉണ്ടാവും. ഇനി അത് അവിടെ അടുത്തിരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചൂടിൽ നിന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. കേട്ടോ, അതിൻ്റെ പാകം നോക്കിയിട്ട് പുളി ഇച്ചിരി മുമ്പ് നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ താളിച്ചിട്ടതല്ലേ ഉള്ളൂ. അപ്പം ഇച്ചിരി മുമ്പ് നിൽക്കണം. അത് മാംസമൊക്കെ പുളി പിടിക്കും. അപ്പോൾ പുളി വീണ്ടും കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി പുളി ഇത്തിരി മുമ്പ് നിൽക്കണം. നമ്മൾ കൂടുതൽ എടുത്തിട്ട് പുളിയിട്ട് നമുക്ക് വായിൽ തുള്ളിയൊക്കെ പോകും. ചോട്ട് ഇത് ആപ്പിൾ സാറ വിനീഗർ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും കുറച്ചിട്ടാൽ മതി, കൂടുതലായ ടേസ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി കണ്ടതിന് സന്തോഷം. താങ്ക് യു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ. താങ്ക് യു.